നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തി ഇറാന് നേരെ യുദ്ധപ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയാണ്. ഇതിനു മുൻപും പലപ്പോഴും പല യുദ്ധപ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളിൽ കാണാനായിട്ട് സാധിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഇറാനിൽ തകർന്നു വീണ അമേരിക്കയുടെ ഒരു പോർ വിമാനത്തിൽ നിന്ന് അവിടെ രക്ഷപ്പെട്ട് കഴിയുകയായിരുന്ന ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അമേരിക്ക കടുത്ത തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും മേൽ ചൊവ്വാഴ്ച രാത്രി 8 മണി ഈ ഒരു സമയമാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച പുലർച്ചെ US സൈന്യം ആക്രമണം തുടങ്ങുമെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആക്രമണ സമയമടക്കം കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണ ഒരു സൈനിക നീക്കത്തിന്റെ തീയതിയും സമയവും മുൻകൂട്ടി വെളിപ്പെടുത്തുന്ന ട്രംപിന്റെ ഈ നടപടി യുദ്ധ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ്. കാരണം പലപ്പോഴും ഒരു രാജ്യവും ഇത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയം ഒരു മുന്നറിയിപ്പ് നൽകുമെങ്കിലും കൃത്യമായിട്ട് സമയം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു ആക്രമണം നടത്തുന്നത് വളരെ അത്യപൂർവമാണ്. എന്നാൽ ഇതാണ് ഇപ്പോൾ ട്രംപ് പരീക്ഷിച്ചിരിക്കുന്നത്. വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് ഇറാൻ അനുഭവിക്കാൻ പോകുന്ന കടുത്ത ശിക്ഷാ നടപടിയായിരിക്കും ഇതെന്നും ട്രംപ് മുന്നറിയിപ്പ് ഇറാന് നൽകിയിട്ടുണ്ട്. ഇറാനുള്ള പുതിയ ഡെഡ്ലൈൻ ആയാണ് പല യുദ്ധ വിദഗ്ധരും ഇതിനെ കാണുന്നത്. ചൊവ്വാഴ്ച രാത്രി 8 മണി, അതായത് ഇന്ത്യൻ സമയം വെച്ച് നോക്കുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ ഇറാന്റെ പവർ സ്റ്റേഷനുകളും പ്രധാന പാലങ്ങളും തുടച്ചു നീക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തെ ഭയന്ന് ജനങ്ങൾ പുറത്തിറങ്ങാത്തതാണെന്നും അവർ US നടപടിയെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഇറാൻ വെടിവെച്ചിട്ട് അമേരിക്കൻ F-15E വിമാനത്തിലെ ഉദ്യോഗസ്ഥനെ സാഹസികമായ ദൗത്യത്തിലൂടെ രക്ഷപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപ് നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയാവുമായിരുന്നു. കാരണം പല നയതന്ത്ര തലത്തിലുള്ള വിലപേശലും ഈ ഒരു പൈലറ്റിന്റെ ജീവൻ വെച്ച് ഇറാൻ നടത്തുമെന്നും അമേരിക്ക ഭയപ്പെട്ടിരുന്നു. പക്ഷേ അമേരിക്ക കൃത്യമായി തന്നെ പൈലറ്റിനെ കണ്ടെത്താനായിട്ടുള്ള നടപടികൾ വളരെ വേഗത്തിൽ നീക്കിയത് കൊണ്ട് തന്നെയാണ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. ഏകദേശം 7000 അടി ഉയരമുള്ള പർവ്വത നിരകളിൽ 2 ദിവസം ഒളിവിൽ കഴിഞ്ഞ ഉദ്യോഗസ്ഥനെ CIA-യുടെയും സ്പെഷ്യൽ ഫോഴ്സിന്റെയും സഹായത്തോടെയാണ് മോചിപ്പിച്ചത്. രക്ഷാദൗത്യത്തിനിടെ തകരാറിലായ 2 US വിമാനങ്ങൾ ശത്രുവിന്റെ കയ്യിൽ കിട്ടാതിരിക്കാൻ സൈന്യം തന്നെ സ്ഫോടനത്തിലൂടെ അത് തകർക്കുകയും ചെയ്തിരുന്നു. 6ാം ആഴ്ചയിലേക്ക് കടന്ന യുദ്ധം ഇപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഫെബ്രുവരി 28 മുതൽ ഇറാൻ അടച്ചതോടെ ഇന്ധനവില കുതിച്ചുയരുകയാണ്. പല രാജ്യങ്ങളും ഇപ്പോൾ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിപ്പോൾ നീണ്ടുപോവുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് അതിനും കടുത്ത പ്രതിസന്ധിയായിരിക്കും. ശത്രു കപ്പലുകളെ കടത്തിവിടില്ലെന്ന ഇറാന്റെ വാശിക്ക് ബോംബുകൾ കൊണ്ട് മറുപടി നൽകാനാണ് വൈറ്റ് ഹൗസിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ടെഹ്റാനെയും കരാച്ചിയിലെയും ബന്ധിപ്പിക്കുന്ന ഇറാന്റെ അഭിമാനമായ B-1 പാലം US ഇസ്രായേൽ സഖ്യം ബോംബിട്ട് തകർത്തിരുന്നു. ട്രംപിന്റെ നീക്കം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫ് ആഞ്ഞടിച്ചിരുന്നു. അമേരിക്ക മേഖലയെ വലിയൊരു ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപ് അസ്ഥിരമായ മാനസിക അവസ്ഥയിലാണെന്നും ഇറാൻ ഭരണകൂടം കുറ്റപ്പെടുത്തി. US നീക്കം ഓരോ അമേരിക്കൻ കുടുംബങ്ങളെയും നരകയാതനയിലേക്ക് തള്ളിവിടുമെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. അതായത് ഓരോ തവണയും ട്രംപ് 48 മണിക്കൂർ സമയമുണ്ട്, അതിനുള്ളിൽ അടിച്ചിരിക്കും, ഒരാഴ്ച സമയമുണ്ട്, അതിനുള്ളിൽ അടിച്ചിരിക്കും എന്നൊക്കെ പറയുമ്പോഴും ഇറാൻ അവിടെ ഒരു തരത്തിലും അമേരിക്കയ്ക്ക് അടിയറവ് പറയാതെ US സേനയോട് പൊരുതുന്നത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ആണവ നിലയങ്ങളെ വരെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന ഇറാൻ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി മുന്നറിയിപ്പ് നൽകിയത്. കാരണം ദക്ഷിണ തീരത്തെ ബുഷർ ആണവ നിലയത്തിന് നേരെയുള്ള ആക്രമണം തുടർന്നാൽ റേഡിയോ ആക്റ്റീവ് വികിരണം ഉണ്ടാകുമെന്ന്, അതും ഗൾഫ് രാജ്യങ്ങളിലെ ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അദ്ദേഹം ലോകരാജ്യങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു. കാരണം ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നീട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു ദുരന്തമായിരിക്കും അത് പല രാജ്യങ്ങൾക്കും നൽകുക.
പരിസ്ഥിതി നാശവും മനുഷ്യജീവനും വലിയ ഭീഷണിയിലാണെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. യുദ്ധം തടയാനുള്ള നയതന്ത്ര നീക്കങ്ങളും സജീവമാണ്. ഇറാന് മേലുള്ള ഉപരോധങ്ങൾ ഉപേക്ഷിച്ച് ചർച്ചകളിലേക്ക് മടങ്ങാൻ റഷ്യ US-നോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചൊവ്വാഴ്ചത്തെ സമയപരിധിക്കുള്ളിൽ ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ട്രംപ്. മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും നീക്കങ്ങളും അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയെ തുടർന്ന് വിമാന സർവീസുകളെല്ലാം തന്നെ മാസങ്ങളായി താറുമാറായി കിടക്കുകയാണ്. ഇസ്രായേൽ ഭാഗത്തേക്കുള്ള സർവീസുകൾ മെയ് 31 വരെ എയർ ഇന്ത്യ വീണ്ടും റദ്ദാക്കിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ പ്രധാന വിമാനത്താവളങ്ങളെയും സംഘർഷം ബാധിച്ചിട്ടുണ്ട്. യാത്രാ വിമാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്ന് പല പ്രമുഖ കമ്പനികൾ റൂട്ട് മാറ്റിയിരിക്കുകയാണ്. എണ്ണക്കിണറുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തലും എണ്ണ കമ്പനികളെയും നിക്ഷേപകരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. യുദ്ധം നീണ്ടുപോയാൽ വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകരുമെന്ന ഭീതിയുണ്ട്. ഇറാന്റെ എണ്ണ സമ്പത്ത് കൈക്കലാക്കി ആഗോള വിപണി നിയന്ത്രണത്തിലാക്കാനുള്ള ഗൂഢാലോചനയാണ് ട്രംപ് നടത്തുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നുവെന്ന വാർത്തകൾ ഇറാൻ തള്ളി. ഇറാൻ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധിയായ അബ്ദുൾ മജീദ് ഹക്കീം ഹിലാഹിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും സമാധാന ശ്രമങ്ങളിൽ വലിയ പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മുൻ ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ അനുശോചന ചടങ്ങിൽ പങ്കെടുക്കാൻ പട്നയിലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ലോക വിപണിയിലെ എണ്ണവിലയെ സ്വാധീനിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നത്. ചർച്ചകളിലോ നയതന്ത്ര നീക്കങ്ങളിലോ പാകിസ്ഥാൻ ഗൗരവം കാണിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല. പാകിസ്ഥാൻ വഴി ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുവെന്നതും സത്യമായിരുന്നില്ല. കാരണം വെറുതെ സംസാരിക്കുന്നതിലൂടെ എണ്ണവില പിടിച്ചു നിർത്താൻ അവർ ആഗ്രഹിച്ചു. ചർച്ചകളിലോ ഒത്തുതീർപ്പുകളിലോ സംഭാഷണങ്ങളിലോ യാതൊരു ഗൗരവവും കാണിച്ചിരുന്നില്ല. അവർക്ക് ചില രാജ്യങ്ങളെ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചർച്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും തയ്യാറാണെന്ന് അവർ വിളിച്ചു പറഞ്ഞു. അതൊന്നും സത്യമായിരുന്നില്ല എന്നുള്ള പാകിസ്ഥാന് ഒരു വലിയ അടി നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ത്യ അടക്കം ഇടപെടുമോ ഈ ഒരു മധ്യസ്ഥതയ്ക്കായിട്ട് എന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വളരെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്തവണത്തെ ട്രംപിന്റെ അന്ത്യശാസനം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള തീയതിയും സമയവും കുറിച്ചുകൊണ്ട് തന്നെയാണ്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ഇറാനിൽ മാരകമായിട്ടുള്ള ആക്രമണം നടത്തി തുടങ്ങുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം വെച്ച് നോക്കുമ്പോൾ പുലർച്ചെ ഈ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും, അതിനുള്ളിൽ വീണ്ടും ഒരു മനമാറ്റം അമേരിക്കയ്ക്ക് സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇറാൻ അതിനു മുൻപേ പ്രത്യാക്രമണം നടത്തുമോ എന്നുള്ള ആശങ്കകളൊക്കെ തന്നെ ഇപ്പോൾ പല യുദ്ധ വിദഗ്ധരും പങ്കുവെക്കുന്നുണ്ട്.